അത് ബോധം കെട്ട് വീണു. ചുന്നുവും ചുന്നുവിന്റെ അമ്മയും മുന്നുവിനെയും കൂട്ടി കഴുകിന്റെ അടുത്തേക്ക് ചെന്നു. മുന്നുവിന് ഒരു വിചിത്രമായ രോഗം വന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മരുന്ന് മലയിൽ പോയി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോ ചുന്നു പറന്നുകൊണ്ടേ ആ മലയ്ക്ക് മുകളിലുള്ള മരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചെറിയ പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോ ആ കഴുക് അതിടിച്ച് മുന്നുവിന് കഴിക്കാൻ കൊടുത്തു. അപ്പോ മുന്നുവിന് ഭേദമായി. മുന്നു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ചുന്നു, എന്നോട് ക്ഷമിക്ക്. ഞാൻ എപ്പോഴും നിനക്ക് തെറ്റാ ചെയ്തത്. വേറെ ആരോ പറഞ്ഞത് കേട്ട് നിന്റെ കൂടെ ഞാൻ തകർത്തു. പക്ഷേ നിനക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു, ഒരുപാട് താമസിച്ചാലും കുഴപ്പമില്ല. എന്റെ മകന് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. മുന്നു, അവനോട് നീ ക്ഷമിക്കുമോനെ? അമ്മേ, ഇവൻ എന്റെ അനിയനാണ് അമ്മേ. അനിയന്മാരെപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് അവനോട് പിണങ്ങാൻ പറ്റൂ. രണ്ട് സഹോദരന്മാർ സന്തോഷിക്കുന്നത് കണ്ട് അമ്മയും വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ചുന്നു മുന്നു അന്ന് തൊട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.